നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണം നടന്നിട്ട് മാസം 3 പോകുന്നു. അന്നത് വലിയ വിവാദമായെങ്കിലും പാർട്ടിയും സർക്കാരും പാർട്ടി നേതാക്കളുമൊക്കെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്നൊക്കെയാണ് വീമ്പിളക്കിയത്. നമുക്കറിയാം, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഈ പറയുന്ന CPMകാർ. അവർ പറയുന്നതൊന്നായിരിക്കും, പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും. കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരാണ് CPM. അതുകൊണ്ട് തന്നെയാണ് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങി വന്നതിനു ശേഷം ഇപ്പോൾ CPMും സർക്കാരുമൊക്കെ കളം മാറ്റി ചവിട്ടിയിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സ്വാഭാവികമായും സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ആ കുടുംബത്തിൻ്റെയും കേരള സമൂഹത്തിൻ്റെയും ഒക്കെ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഒരു സന്ദർഭമാണിത്. കാരണം ആകെ നാണം കെട്ട് നാറി ചീഞ്ഞളിഞ്ഞ് പുഴുത്തു നിൽക്കുകയാണ് പാർട്ടിയും സംസ്ഥാന സർക്കാരുമൊക്കെ. അവർക്ക് അവരുടെ ഒരു ഇമേജ് ഇപ്പോൾ അല്പമെങ്കിലും ഒന്ന് സുതാര്യമാക്കണമെങ്കിൽ, അല്പമെങ്കിലും ഒന്ന് നന്നാക്കണമെങ്കിൽ ഈ ഒരു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത്. മുമ്പ് ഏതൊക്കെ കേസുകളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരകളുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ CPM പല കേസുകളിലും എതിർത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനായ SP പ്രദീപിൻ്റെയും അതുപോലെ ഈ കൃപേഷിൻ്റെയും പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഇരകളായ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഒക്കെ മരണം CBIക്ക് വിടാതിരിക്കാനായി നമ്മുടെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. അതിൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി മാത്രം, അതായത് അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി മാത്രം സുപ്രീം കോടതിയിൽ നിന്ന് വിലപിടിപ്പുള്ള അഡ്വക്കേറ്റ്മാരെ ഇറക്കി വാദിച്ചു. ആ വകയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പൊതു ഖജനാവിൽ നിന്ന് ചിലവായത് 1,20,00,000-ലധികം രൂപയാണ്. അതുപോലെ മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസും CBIക്ക് വിടാതിരിക്കാനായി സംസ്ഥാന സർക്കാർ പൊതു ഖജനാവിൽ നിന്ന് ചിലവാക്കിയത് 58 ലക്ഷത്തോളം രൂപയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ കേസുകളിലെല്ലാം തന്നെ സർക്കാരോ അല്ല ഈ പാർട്ടി പ്രവർത്തകരോ പാർട്ടി നേതാക്കളോ പ്രതികളാകുന്ന കാര്യം ഉറപ്പാണ്. അതാണ് ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നൊക്കെയാണ് പാർട്ടി നേതാക്കളും പാർട്ടിയുടെ മറ്റാൾക്കാരും ഒക്കെ പറയുന്നതെങ്കിലും അന്ന് തന്നെ അറസ്റ്റിലായത് പാർട്ടിയുടെ ആൾക്കാർ തന്നെയായിരുന്നു. അതായത് CPMൻ്റെ LDFൻ്റെ ഭരണകാലത്താണ് ഈ കൊലപാതകം നടക്കുന്നതും LDFൻ്റെ ഭരണകാലത്ത് LDFൻ്റെ പോലീസ് തന്നെയാണ്, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസ് തന്നെയാണ് അതിലെ CPM കൊലയാളികളെ അറസ്റ്റ് ചെയ്തതുമൊക്കെ. അപ്പോൾ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും ഉറപ്പുണ്ടായിരുന്നു, CBI അന്വേഷണം വന്നാൽ എന്തായാലും തങ്ങളുടെ നേതാക്കളും തങ്ങളുടെ പ്രവർത്തകരും കുടുങ്ങുമെന്ന് CPMന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഈ പാർട്ടി കൊലയാളികളെ രക്ഷിക്കാനായി ഈ സർക്കാർ കിണഞ്ഞു പരിശ്രമിച്ചത്. പക്ഷേ ഫലമുണ്ടായില്ല. ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBIയുടെ പ്രത്യേക കോടതി 2 ദിവസം മുൻപ് വിധി പ്രഖ്യാപിച്ചിരുന്നു. അതിൽ CPMൻ്റെ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ജയിലിനകത്താണ്. അവരെയൊക്കെ ജയിലിലേക്ക് യാത്ര അയക്കാൻ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. P ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും മറ്റ് പ്രവർത്തകരുമൊക്കെ വന്നതും മുദ്രാവാക്യം വിളിച്ച് ജയിലിനകത്തേക്ക് ആനയിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇവർക്ക് CPMന് പങ്കുണ്ട്. അതുപോലെ തന്നെയാണ് മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലും. മാധ്യമപ്രവർത്തകനായ SP പ്രദീപ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ സർക്കാരിന് എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആ ആവശ്യം ഹൈക്കോടതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്നുകിൽ പാർട്ടിയുടെ ആൾക്കാർ, കാരണം സംസ്ഥാന സർക്കാരിനെയും CPMനെയും പിണറായി വിജയനെയും ഒക്കെ നിശ്ചിതമായി വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു SP പ്രദീപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം ഈ CBI അന്വേഷിച്ചാൽ ഒരുപക്ഷെ കുടുങ്ങുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന CPMനും പാർട്ടി നേതാക്കൾക്കുമൊക്കെ ഉറപ്പുണ്ട്. അതുപോലെ തന്നെയാണ് അരിയിൽ ഷുക്കൂർ വധക്കേസ്. അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ രീതിയൊക്കെ നമുക്കറിയാം. അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പ്രതികളാണ് TV രാജേഷും ഈ പറയുന്ന P ജയരാജനുമൊക്കെ. ഇനി ഇവരുടെയൊക്കെ ഒരു 1-2 തലമുറ കഴിഞ്ഞാൽ പോലും ഈ കേസിൽ വിധി വരും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണത്തിലും വിചാരണ നേരിടണമെന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്, P ജയരാജനും TV രാജേഷുമൊക്കെ. അതുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങളിലൊക്കെ പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമൊക്കെയുള്ള പങ്ക് കൃത്യമായി അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ CBI അന്വേഷണത്തെ എതിർക്കുന്നതും. ഇപ്പോൾ ADM നവീൻ ബാബുവിൻ്റെ മരണത്തെ എതിർക്കുന്നതിനു പിന്നിലും ഇതൊക്കെ തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന
പ്രശാന്തൻ. ഈ പ്രശാന്തനെ കുറിച്ചുള്ള അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല. പ്രശാന്തൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു എന്ന് പറയുന്ന കത്തിനെ കുറിച്ചുള്ള അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിനാമി ബന്ധങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല. ഇതൊന്നും പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെയോ അന്വേഷണ പരിധിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിന് ഈ ഒരു സംശയമുണ്ടായതും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചതും ഹൈക്കോടതിയെ സമീപിച്ചതും. പക്ഷേ എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടേണ്ടത് ഈ അന്വേഷണ സംഘം തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് ഹൈക്കോടതിയിൽ നിന്ന്, ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആശ്വാസമാണ്. കാരണം അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന PP ദിവ്യയൊക്കെ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ ഗത്യന്തരമില്ലാതെ 11 ദിവസം ജയിലിലടച്ചു. പിന്നീട് ഇപ്പോൾ അവർ പുറത്തിറങ്ങി വീണ്ടും പഴയതുപോലെ സജീവമായി തന്നെ അവർ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉണ്ട്. പാർട്ടി പ്രവർത്തനത്തിനും പാർട്ടി പരിപാടികളിലുമൊക്കെ അവർ സജീവമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഈ അറസ്റ്റും ഈ ജയിൽവാസവും എന്നൊക്കെയുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ മറ്റു നേതാക്കളിലേക്ക് PP ദിവ്യ മാത്രമായിരിക്കില്ലല്ലോ. PP ദിവ്യയോടൊപ്പം ഈ പറയുന്ന അവരുടെ പിന്നിൽ പല നേതാക്കളും ഉണ്ടായിരിക്കാം, പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പല ആൾക്കാരും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ CBI അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പലരും ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിധി ആശ്വാസം തന്നെയാണ്. എന്നാൽ തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതൊക്കെ അന്വേഷണത്തെയാണോ സംസ്ഥാന സർക്കാരും പാർട്ടിയും CBI അന്വേഷണത്തെ എതിർത്തിരുന്നത്, ആ അന്വേഷണമൊക്കെ CBI പിന്നീട് ഏറ്റെടുത്തപ്പോൾ ആ കേസുകളിലെല്ലാം പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരോ പാർട്ടി നേതാക്കളോ പ്രതികളായിട്ടുള്ള ഒരു ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ADM നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള CBI അന്വേഷണവും CPM-ഉം സംസ്ഥാന സർക്കാരും ഭയപ്പെടുന്നത് എന്നുള്ള കാര്യവും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി മനസ്സിലായി കഴിഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.